മലബാർ റിവർ ഫെസ്റ്റ് 11ാമത് എഡിഷന്റെ ഭാഗമായി നടക്കുന്ന റാപ്പിഡ് രാജ റാപ്പിഡ് റാണി വിജയികളെ ഇന്നറിയാം. ഫെസ്റ്റിന്റെ അവസാന ദിവസമായി ഇന്ന് പുല്ലൂരാമ്പാറ ഇലന്തുകടവിൽ ഡൗൺ റിവർ മത്സരം നടക്കും. ഈ മത്സരത്തിലാണ് ഫെസ്റ്റിലെ റാപ്പിഡ് രാജയെയും റാപ്പിഡ് റാണിയെയും തിരഞ്ഞെടുക്കുക. കോടഞ്ചേരി പുലിക്കയത്ത് നടക്കുന്ന കയാക്കിംഗ് മത്സരത്തിൽ കഴിഞ്ഞ ദിവസം പുരുഷ വനിതാ വിഭാഗങ്ങളിലെ എക്സ്ട്രീം ഷാലം പ്രൊഫഷണൽ മത്സരം ആവേശത്തിന്റെ മറ്റൊരു പതിപ്പായി. മത്സരത്തിൽ 9 വനിതകൾ ഉൾപ്പെടെ സ്വദേശികളും വിദേശികളുമായി 32 കയാക്കർമാരാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷങ്ങളിലായി മത്സരങ്ങളിൽ വിദേശ കയാക്കർമാരുടെ സാന്നിധ്യം വളരെ വർദ്ധിച്ചിട്ടുണ്ടെന്നും അമേരിക്ക, ഇറ്റലി, ചിലി, ബെൽജിയം, ന്യൂസിലാൻഡ്, മലേഷ്യ, റഷ്യ, നേപ്പാൾ തുടങ്ങി 10ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള 19 വിദേശ കയാക്കർമാർ ഇത്തവണ മത്സരത്തിന് എത്തിയിട്ടുണ്ടെന്നും ഒപ്പം മലയാളി താരങ്ങളുടെ വർധനവും ഏറെ പ്രോത്സാഹനം ലഭിക്കുന്നതാണെന്നും വരും വർഷങ്ങളിൽ ഒളിമ്പിക് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമിൽ മലയാളി സാന്നിധ്യം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പരിശീലനം നൽകാനാണ് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഉദ്ദേശിക്കുന്നതെന്നും അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സിഇഒ ബിനു കുര്യാക്കോസ് പറഞ്ഞു. നമ്മുടെ കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന കോടഞ്ചേരി, തിരുവമ്പാടി പ്രദേശത്തു നിന്നുള്ള കൂടുതൽ ആളുകൾ പോലും പരിശീലനത്തിന് എത്തിത്തീരുന്നു. വരും വർഷങ്ങളിൽ നമുക്ക് കൂടുതൽ മലയാളികളെ ഈ മത്സര രംഗത്തേക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം, ഒരു ഒളിമ്പിക് ഇവന്റ് എന്നുള്ള രൂപത്തിൽ നമുക്ക് വരും വർഷങ്ങളിൽ മലയാളത്തിൽ നിന്നുള്ള, കേരളത്തിൽ നിന്നുള്ള കുറച്ച് ആളുകളെ നമുക്ക് ഈ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അയക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു പരിശീലനമാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഉദ്ദേശം വെക്കുന്നത്. പുല്ലൂരാമ്പാറ സ്വദേശികളും സഹോദരന്മാരായ നിതിനും നിഖിലും പ്രോ കാറ്റഗറിയിൽ മത്സരിച്ചു. വൈകിട്ട് പുല്ലൂരാമ്പാറയിൽ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. കൈരളി ന്യൂസ്, കോഴിക്കോട്.